പ്രണയത്തിലെ അഡിക്ഷൻ, റൈറ്റ്? യെസ്. After some wonderful songs, back again RJ Nitin Mithila ഇത് കാതിനീടം നെഞ്ചിന് താരം. ബെസ്റ്റ് FM 95 പ്രണയമഴ, the soul of love. Yeah. പ്രണയത്തിലെ ഈ അഡിക്ഷൻ എന്ന് പറയുന്നത് ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് ആണ്. ഐ മീൻ രണ്ടും ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണ്. നമ്മൾ ആമ്പിള്ളേരുടെ കാര്യം ഞാൻ പറഞ്ഞു, പ്രണയത്തിന് മുന്നേ ഐ മീൻ ആ ടൈമിൽ പ്രപ്പോസ് ചെയ്ത് നിൽക്കുന്ന ആ ടൈമിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ അഡിക്റ്റ് ആവുക. പക്ഷെ അതേ സ്ഥാനത്ത് ഗേൾസ് ആണെങ്കിലോ നോ. ഗേൾസിന് എപ്പോഴാണ് ഈ അഡിക്ഷൻ ഉണ്ടാവുന്നറിയോ? പ്രണയത്തിലായി കഴിഞ്ഞാൽ. ആ സമയത്ത് ഓരോ മനസ്സിലുണ്ടാവുന്ന കെയറിങ്ങും പോസസീവ്നെസ്സും സെൽഫിഷും ഒക്കെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ അഡിക്റ്റ് ആവുന്നത് ഒരു പ്രണയത്തിലായി കഴിഞ്ഞാലാണ്. എപ്പോഴും അവൻ എൻ്റെ കൂടെ ഉണ്ടാവണം, നീ എനിക്ക് മാത്രം ഉള്ളതാണ്, നീ എൻ്റേത് മാത്രമാണ്, ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീയില്ലാതെ എനിക്കിവിടെ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ കുറെ സംഭവങ്ങൾ. എപ്പോഴെങ്കിലും ഒന്ന് ദേഷ്യം പിടിച്ചാൽ അവൻ്റെ അടുത്ത് നിന്ന് അവൾ വഴക്കിട്ട് പോയാൽ പോലും ഒരു ജസ്റ്റ് 10 minutes or 12 hours, മാക്സിമം പോയാൽ 48 hours, 2 days, അതിലപ്പുറം ഒരു പോവില്ല. റിയലി നമ്മളാണ് തെറ്റിയതെങ്കിൽ പോലും പിന്നെയും നമ്മളടുത്ത് വന്ന് താണു തരും. അതാണ് പെൺകുട്ടികൾ. വായി എന്തുകൊണ്ട് അഡിക്ഷൻ നമ്മൾ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഈ ലോകത്ത് നമ്മളില്ലാതെ, മീൻസ് അവർ പ്രണയിക്കുന്ന ആ രാജകുമാരനില്ലാതെ ആ രാജകുമാരി ഒരിക്കലും ജീവിക്കില്ല. ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും അവൾ അവനെ സ്നേഹിക്കുന്നു. പെൺകുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ശരി അഡിക്ഷന്റെ കാര്യത്തിൽ. റിയലി അഡിക്റ്റ് ആവേണ്ടത് പ്രണയത്തിലായി കഴിഞ്ഞതിന് ശേഷമാണ്, അല്ലാതെ അതിന് മുന്നേ അല്ല. ഇവിടെ നമ്മൾ ആമ്പിള്ളേർക്കാണ് തെറ്റുപറ്റി പോകുന്നത്. ബട്ട് വൺ തിങ്, നമുക്ക് തെറ്റുപറ്റി പോകുന്നതല്ല, നമ്മളുടെ മനസ്സ് അങ്ങനെയാണ് ഓട്ടോമാറ്റിക്കലി വന്നു പോകുന്നത്. അവളെ സ്വന്തമാക്കണം എന്നുള്ളൊരു ഒറ്റ വിചാരം മാത്രമേ ആ സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവുള്ളൂ, ഹൃദയത്തിലുണ്ടാവുള്ളൂ. പിന്നെ നമ്മുടെ മനസ്സ് എന്താണ് പറയുന്നത്, യെസ് അതുപോലെ നമ്മൾ അനുസരിക്കും, അതുപോലെ നമ്മൾ കേട്ടിരിക്കും. അങ്ങനെ മനസ്സ് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ആ ടൈമിൽ ചെയ്യുന്നത്. റിയലി എന്തൊക്കെ കാട്ടിക്കൂട്ടാന്നറിയോ? പോസസീവ്നെസ് കൂടി പോയിട്ട് നമ്മൾ പ്രപ്പോസ് ചെയ്തൊരു പെണ്ണിനെ വേറൊരുത്തം കയറി പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നാളത്തേക്ക് നിന്റെ കയ്യും കാര്യം ഞാൻ വെട്ടുട്ടാ, വെറുതെ ഓരോ പണിക്ക് നിൽക്കണ്ട, പൊക്കോ. അങ്ങനെ സെയ്താർ പള്ളിയിലെ പെണ്ണിനെ പുറത്തുനിന്ന് ഒരുത്തും വളക്കണ്ട. നിങ്ങൾ എത്ര ആൾക്കാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വെൽ, അഡിക്ഷൻ എന്ന് പറഞ്ഞ ഈ സംഭവം പ്രണയത്തിൽ ഒരു രോഗമാണ് പോലും. ദ കിങ് ഓഫ് ലവ്. യെസ്, ഓഷോ പറഞ്ഞ കാര്യം ഇത്. അഡിക്ഷൻ എന്നുള്ള ഈ രോഗം ബാധിച്ച ഒരു പേഷ്യന്റിനെ ആ ഒരു രോഗത്തിൽ നിന്നും റിമൂവ് ചെയ്ത് നോർമലായിട്ടുള്ളൊരു ഘട്ടത്തിലേക്ക് കൊണ്ടുവരാൻ കുറച്ച് റിസ്ക് ആയിരിക്കും. മീൻസ് നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് ഒരുപാട് പ്രതീക്ഷകൾ ചിറകിലേറ്റി ഒരു പെൺകുട്ടിയെ പോയിട്ട് പ്രപ്പോസ് ചെയ്ത്, പക്ഷെ അവൾ നമ്മളടുത്ത് സോറി എനിക്ക് നിന്നെ പ്രണയിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നെങ്കിൽ, നമ്മൾ അതിനു മുന്നേ അവളിൽ ടോട്ടലി അഡിക്റ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ അവന്റെ മനസ്സൊന്ന് താളം തെറ്റും. സത്യമായിട്ടും വേറെ എവിടേക്കെങ്കിലൊക്കെ ആയിട്ട് മനസ്സ് പോവും, ടോട്ടലി സൈക്കിക് ആയി പോവും. അവൻ ടോട്ടലി അവളിൽ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ മൈൻഡിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അവൾ നഷ്ടപ്പെട്ടു എന്ന് നമ്മുടെ മനസ്സ് പറഞ്ഞാൽ, ആ മനസ്സറിഞ്ഞാൽ പിന്നെ നമ്മൾ ആകെ ഭ്രാന്തമായിട്ടുള്ള അവസ്ഥയിലായി പോകും. അതുകൊണ്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞത്, ബോയ്സിന്റെ കാര്യത്തിൽ കുട്ടിക്കാലം തൊട്ട് വളർത്തി വരുന്നൊരു ശീലാണിത്. കടയിൽ കാണുന്ന കളിപ്പാവകളെ അമിതമായിട്ട് ആഗ്രഹിക്കരുത്, ആത്മാർത്ഥമായി സ്നേഹിക്കരുത്. പകരം തനിക്കിഷ്ടപ്പെട്ട ആ കളിപ്പാവ അച്ഛൻ കയ്യിലേക്ക് വാങ്ങിച്ചു തന്നാല്, അല്ലെങ്കിൽ അമ്മ കയ്യിലേക്ക് വാങ്ങിച്ചു തന്നാല്, പിന്നെ നമുക്കതിനെ അമിതമായിട്ടോ എത്ര വേണമെങ്കിലും സ്നേഹിക്കാം. അതുപോലെ തന്നെയാണ് പ്രണയവും. എവിടെയോ ഇരിക്കുന്നൊരു പെൺകുട്ടി തന്റേതാണെന്ന് ധരിച്ച് ഒരു കാലത്തും അമിതമായി ആത്മാർത്ഥമായി ആഗ്രഹിക്കരുത്. തന്നിലേക്ക് അവൾ പ്രണയം എന്ന 3 അക്ഷരം, യെസ്, മനസ്സിലേക്കും ഹൃദയത്തിലേക്കും നമ്മൾ മോഹങ്ങൾ കൊണ്ട് തീർത്ത കൊട്ടാരത്തിനുള്ളിലും ഒക്കെ ചൊരിഞ്ഞു തന്ന പിന്നെ നമുക്ക് അവളെ സ്നേഹിക്കാം. ആത്മാർത്ഥമായി അമിതമായി ഒക്കെ സ്നേഹിക്കാം, ആരും പേടിക്കാതെ, ആരോടൊന്നും ചോദിക്കാതെ. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ ചെയ്യണം. ഓക്കെ, വെൽ, ഹിയർ കംസ് another beautiful track from the movie ഉസ്താദ് ഹോട്ടൽ. പ്രണയത്തിലെ അഡിക്ഷൻ.